പട്ടായയിൽ പോയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്തത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. 4 സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരുപോലെ ഉണ്ടാവും. കടലിൻ്റെ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന അതിമനോഹരമായൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ പല പോസിലും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ഓരോ ഷോ ടൈംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടോ മിയ ജോർജ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവിചാരിതമായിട്ട് മിയ ജോർജിനെ കണ്ടു കേട്ടോ. ഞങ്ങൾ മിയേനോടൊരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന് വെച്ച് മിയയുടെ കൂടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ഓരോ ഷോ ടൈംസ് ഉണ്ട്. ഇംഗ്ലീഷ് ഗൈഡുള്ളതും ചൈനീസ് ഗൈഡുള്ളതും അവരുടെ തായ് ഗൈഡുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് ഗൈഡുള്ള ടൈം 12:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് 12:30 ആയപ്പോൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. ഇങ്ങനെ നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു കാടിൻ്റെ നടുവിലുള്ള ഫീലാണ്. എല്ലാവർക്കും ഹെൽമെറ്റൊക്കെ തരുന്നുണ്ട്. എൻട്രി തന്നെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ് എപ്പോഴും നല്ലത്. പെട്ടെന്ന് തന്നെ റെഡീം ചെയ്യാൻ ക്യൂ ഒന്നും നിൽക്കണ്ട. ഓൺലൈൻ ടിക്കറ്റ് കൗണ്ടർ സെപ്പറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫസ്റ്റ് കുറേ ഏരിയയിൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻസ് നടക്കുകയാണ്. അവിടെ എപ്പോഴും ഇങ്ങനെ കൺസ്ട്രക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. കുറച്ച് സ്ഥലങ്ങളൊക്കെ അത് കാരണം തന്നെ നമുക്കവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹെൽമെറ്റൊക്കെ തരും. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇവരുടെ ആ ശില്പശാലയിൽ കൊണ്ടുപോകും കേട്ടോ. മരങ്ങൾ കൊണ്ട് ഇങ്ങനെ കൊത്തുപണികൾ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയെന്നൊക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അവരുടെ ആണി വരെ ഇവർ ശരിക്കുള്ള നെയിൽ യൂസ് ചെയ്യില്ല, മെറ്റലിൻ്റെ നെയിൽ യൂസ് ചെയ്യില്ല. കംപ്ലീറ്റ് മരം കൊണ്ടാണ് കേട്ടോ ഈ ആണികൾ വരെ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് അത് ലോക്ക് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, ഓരോ പീസ് തമ്മിലിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽഡായിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നു. ആ ഗൈഡ് കംപ്ലീറ്റ് പറഞ്ഞു തന്നു കേട്ടോ. ഈ ഗോപുരത്തിൻ്റെ ഒരു ചെറിയ മിനി മോഡലും ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കണ്ടോ. ഇവർ ആണികൾ ഉണ്ടാക്കുന്നതും ഓരോ പീസുകൾ തമ്മിൽ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് ഇവിടെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇവർ നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് നോക്കിയാൽ ഇത് ഫുള്ള് മരമാണ്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പെയിൻറ്റിങ്ങും പോളിഷിങ്ങും റിനോവേഷനൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയും ഭംഗിയുള്ള ഇത്രയും കൊത്തുപണിയുള്ളത് എവിടെയും അടുത്തൊന്നും ഒരു കാലത്തും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത്ര ഭയങ്കര മനോഹരമാണ് കേട്ടോ. പട്ടായ പോവുകയാണെങ്കിൽ എല്ലാവരും ഇത് മിസ് ചെയ്യാതെ കാണണം. ഇത്ര നല്ല കൊത്തുപണികളൊക്കെ കാണാൻ വേറൊരു അവസരം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ച് അതിൻ്റെ ചുറ്റും നടന്നും അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ കണ്ടോട്ടോ. ഉള്ളിലൊക്കെ കണ്ട ഫുള്ള് കൊത്തുപണികളാണ്. അതിൻ്റെ ഉള്ളിലിരുന്നും ഓരോ പോയിൻറ്റ്സിലിരുന്നും ഗ്രൂപ്പ് ഫോട്ടോസും സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്താൽ ഭയങ്കര കിടിലനായിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോസിൻ്റെ ഒരു ഭംഗി വേറെ എവിടെ നിന്ന് എടുത്താലും കിട്ടില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാവരും ഇത് മിസ് ചെയ്യാതെ കാണാം.